ഓക്കെ. പറയൂ. ഞാനെന്താ വെച്ചാലേ എന്റെ ഫോൺ വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് വാട്സപ്പ് നോക്കണമെങ്കിലേ അതുകൊണ്ട് വൈഫിന്റെ ഫോണിൽ നിന്നാണ് ഞാൻ കയറിയത്. അതാണ് അഞ്ചു എന്നുള്ള പേര് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പേരെന്തായിരുന്നു അപ്പോ? എന്റെ പേര് എന്റെ പേര് സുബാദ്. സുബാദ്. ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പോഴേ ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചിപ്പോ ഇപ്പൊ വാറ്റൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നെന്ന് തോന്നുന്നില്ല ഇതില്. എനിക്ക് ഈ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി വളരെ കമ്മ്യൂണിറ്റീനെ കുറവ് ഡെവലപ്പ് ചെയ്താൽ മതി. ഇതായിരിക്കും, വളരെ കുറവ് എൻക്വയറീസ് അല്ലേ ഉണ്ടാവുള്ളൂ. വളരെ കുറവുണ്ടാവുള്ളൂ. അതേപോലെ അത്യാവശ്യക്കാരും എല്ലാം മേടിക്കല്ലോ. ഞാൻ ഇതില് ആഡ് ബൂസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാല് ഞാൻ ചെറിയൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ അതില് ആ ഈ റിയൽ എസ്റ്റേറ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു ടാർഗറ്റ് ചെയ്യണതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അവര് കോമൺ ആയിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു. അപ്പൊ അവര് കോമൺ എങ്ങനെയാണ് ചെയ്യാം, ഇപ്പൊ നമ്മളിപ്പോ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അങ്ങനെ ആ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ പോയിട്ട് ഹൗസ് സീക്കിംഗ് അങ്ങനെയുള്ളവരെ മൊത്തം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് പോസ്റ്റ് ചെയ്യുന്നത്. ചില സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടാറുണ്ട്. ചില സമയത്ത് റിസൾട്ട് ഇപ്പൊ 10,000-4,000 രൂപ ചെലവായിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ ക്ലയൻസിന് മാത്രം കിട്ടിയിട്ടുള്ള കേസ് ഉണ്ട്. എന്നാൽ 100 ക്ലയൻസ് വിളിച്ചിട്ടുള്ള കേസുകളുണ്ട്. അത് ഉം. നമ്മളിപ്പോ ഞാൻ കണ്ടിന്യൂ ആയിട്ട് അതിൽ ചെയ്യാറില്ല. നമുക്ക് പറ്റിയ പ്രോപ്പർട്ടി വരുമ്പോൾ മാത്രമാണ് ഞാനത്, അല്ലെങ്കിൽ പറ്റിയ ആൾക്കാർ പറയുമ്പോൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ അതില്. അപ്പൊ അത് ശരി. അതുകൊണ്ടാണ് കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ടാണോ ഈ സംഭവം വരുന്നത് എനിക്കറിയില്ല. ഏത് റിസൾട്ട് വ്യത്യാസം വരുന്നത്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാത്ത കാരനാണോ എന്നറിയില്ല. നമ്മളിങ്ങനെ ഒരു 2 മാസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആഡ് ചെയ്യും. ആ ഞാൻ ഇപ്പൊ നോക്കിയാല് ഞാനിപ്പോ സ്ഥിരമായിട്ട് നോക്കിയാല് നമുക്ക് ബൂസ്റ്റ്. പറയൂ പറയൂ പറയൂ. പറഞ്ഞു സാർ പറഞ്ഞോളൂ. അല്ല, സ്ഥിരമായിട്ട് ബൂസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. സ്ഥിരമായിട്ട് കണ്ടന്റുകളും ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന പ്രോപ്പർട്ടികളുടെ ഒരു വീഡിയോസ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ ഇതിൽ ചെയ്താൽ തന്നെ കുറെ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസ് നമുക്ക് അതിലൂടെ തന്നെ കുറെ കിട്ടും. പിന്നെ സത്യം പറഞ്ഞാൽ ഞാന് ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വല്ല കണ്ടന്റ് വരുമ്പോഴാണ് ഞാൻ, അല്ലാണ്ട് നമ്മള് കണ്ടന്റ്സ് ഡെയിലി നമ്മളതിൽ, അതായത് അൽഗോരിതമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബൂസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമയം കിട്ടാറില്ല ചെയ്തിടാനായിട്ട്. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കണ്ടന്റുകൾ ഇപ്പോ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊരു കുറെ പ്ലാൻ കണ്ടന്റ്സ് ചെയ്യുന്നത്. ഉണ്ട് നമുക്ക്. ഇപ്പൊ ഓരോ ഇപ്പൊ നമ്മുടെ മെയിൻ്റെനൻസ് തന്നെ, വീടിന്റെ മെയിൻ്റെനൻസ് തന്നെ പുതിയ മെറ്റീരിയൽസ് ഇറങ്ങിയിട്ടുള്ളത് ഒക്കെ, അതൊക്കെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തൊന്ന് അതിനെ വേറൊരു ഫോർമാറ്റിലാക്കിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി. നമ്മളതിന് വീഡിയോ ചെയ്യണമെന്നൊന്നും ഇല്ല ഇതിൽ ശരിക്കും അല്ല, നമ്മൾ തോന്നുന്നത്. വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഞാന് ഇപ്പൊ എന്റെ വീഡിയോ ചെയ്യുന്നതും ഇപ്പൊ എന്റെ ആഡ് നിങ്ങൾ കണ്ടു, അതിപ്പോ വേറൊരാളെ വെച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു അവതാർ ചെയ്യുന്നതും തമ്മിലൊക്കെ വളരെ വ്യത്യാസമുണ്ടാവും. ഞാൻ നാച്ചുറൽ ആയിട്ട് എന്റെ അതുണ്ട് ഒരു അതുണ്ട്. ഇതുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഗതിയാണ് നമ്മള് ആദ്യം നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടാകുന്നുള്ള ഏതൊരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ എന്ത് വാങ്ങുന്നതിന് മുമ്പ് ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. പിന്നല്ലേ ഇപ്പൊ ഉം, നമ്മള് ഉം, ഉം. ആളുകൾ കാശെടുത്ത് ഇത് തരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉം, ഉം. വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഇത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിലൂടെ എന്ന് വെച്ചാൽ നമുക്ക് കുറെ ആളുകൾ ആ ഒരു കണ്ടന്റുമായിട്ട് എൻഗേജ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ എടുത്ത് ഉം, ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ കുറവായിരിക്കും, 10 ആളോ 20 ആളോ 50 ആളോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, ആ ഓർഗാനിക് ആയിട്ട് അത് കാണുന്നുണ്ടാവുക. പക്ഷെ അതെന്താണ് ഒരു സ്ഥിരമായിട്ട് ഒരു ഇതായിട്ട് അവര് അതിൽ റിയലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. പിന്നെ അത് കൂടുതൽ ആളുകൾ ഉം. കാണും തോറും എന്ത് ഓർഗാനിക് ആയിട്ട് വീണ്ടും കൂടുതൽ ആളിലേക്ക് എത്തും. കാരണം അവിടെ എൻഗേജ്മെന്റ് ഇപ്പൊ അവർ കാണുന്നതും ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതൊക്കെ എൻഗേജ്മെന്റ് ആയിട്ട് കണക്ക് കൂട്ടും. അപ്പൊ അത് വീണ്ടും ഉം, മെറ്റ ഉം, അല്ലെങ്കിൽ ഉം. ഏത് പ്ലാറ്റ്ഫോം ആണോ, അപ്പൊ യൂട്യൂബ് ആണെങ്കിലും അത് കൂടുതൽ ആളിലേക്ക് അത് ഓർഗാനിക് ആയിട്ട് വീണ്ടും അത് പുഷ് ചെയ്തുകൊണ്ടിരും. അപ്പൊ അതാണ് ഉം. അതുകൊണ്ടുള്ള ഒരു ഇതായിട്ട്. പക്ഷെ അവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നതിൽ പിന്നെ അത് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഉം, ഉം, അവിടെ ഉം. നമ്മൾ വീണ്ടും അവിടെ കിടക്കില്ല ചെയ്യുന്നത്. പിന്നെ പെയ്ഡ് ആയിട്ട് Okay. അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നപ്പോ നമ്മൾ അധികം പറയാറില്ല. നമ്മൾ ആരും അങ്ങനെ ചെയ്യാറുമില്ല അധികമായിട്ട്. കാരണം ഇപ്പോ ആഡിന്റെ ഒരു കേസിൽ ഇപ്പൊ മെറ്റ പറയുന്നത് ഒന്നിപ്പോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നമുക്ക് റെക്കമെൻഡഡ് ഓഡിയൻസ് വേണോ അല്ലെങ്കിൽ നിങ്ങളെ പഴയ രൂപത്തിൽ ടാർഗറ്റ് ചെയ്യണോ എന്നുള്ള ഇതായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം ഇവിടെ.
ഇതായിട്ട് ഇപ്പൊ നമ്മളൊരു ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ ആഡ് എടുത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്രാഫിക് പോകുമ്പോൾ അല്ലേ നമുക്ക് കുറച്ചുകൂടി നല്ലത്? ട്രാഫിക് ആണോ എൻഗേജ്മെന്റ് ആണോ നല്ലത് വരിക നമുക്ക് ഇതില്? അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ഗോൾ എന്നുള്ള ഇതിനനുസരിച്ചിട്ട്. സാധാരണ എൻഗേജ്മെന്റ് നമുക്ക് അതുമായിട്ട് ആ ഒരു ആഡുമായിട്ട് എൻഗേജ് ചെയ്യാനുള്ള ഒരു ഇതാണ്. ട്രാഫിക് പറഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്തേക്ക് ഇപ്പൊ വെബ്സൈറ്റിലേക്കോ മെസ്സേജിങ്ങിലേക്കോ കൊണ്ടുവരിക എന്നുള്ള രൂപത്തിലാണ് മറ്റൊക്കെ പറയുന്നത്. അധികവും ഉം, ഉം, ട്രാഫിക്കും എൻഗേജ്മെന്റും മാറി മാറി ചെയ്യാറുണ്ട്. പൊതുവേ തന്നെയാണ് ചെയ്യാറ്. ഈ ഉം. ലീഡ് ആഡുകളൊക്കെ ആയിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഒരു സംഗതിയില് ഇപ്പോ ഈ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെക്കമെൻഡഡ് സെറ്റിംഗ്സ് വേണോ അല്ലെങ്കിൽ മാനുവൽ ട്രാഫിക് ഇതായിട്ട് വേണോ എന്നൊക്കെ ചോദിക്കും. മാനുവൽ നമ്മൾ പഴയ ഉം. രൂപത്തിൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ. ഇതിപ്പോ ഫേസ്ബുക്ക് ഉം, തന്നെ ഉം. നമുക്ക് കുറെ ഓഡിയൻസ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എൻഗേജ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ തരുന്നതാണ് ഇതായിട്ട്. അപ്പൊ മാനുവൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളോട് ഫേസ്ബുക്ക് ചോദിക്കും ഉം. നിങ്ങൾക്ക് ഇവിടെ ഓഡിയൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണോ വേണ്ടെന്നൊക്കെ ഉള്ളതായിട്ട്. ഇവിടെ നമുക്ക് അതും കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ കണ്ടോ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ആയിട്ട്. അപ്പോ അങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ഇതിലെന്താ വെച്ചാല് നമ്മളെന്ത് ഈ ഒറിജിനൽ ഓഡിയൻസ് തന്നെ അധിക സമയത്ത് ഉപയോഗിക്കാറ്. എന്നിട്ട് പിന്നെ അത് അധികം നമ്മൾ ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ പോകില്ല. കുറച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ലാംഗ്വേജ് ഇപ്പൊ നമ്മള് ഒരു ആഡ് മലയാളത്തിലാണെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് പോലും ഇപ്പോഴത്തെ ഒരു മെത്തേഡ് ഒരു ഇത് പ്രകാരം നമ്മുടെ ആഡ് അവരെന്നെ കുറെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അവരെന്നെ നമുക്ക് വേണ്ട ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എന്റെ ഒരു ഇത് പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പോ ഈ റിയൽ എസ്റ്റേറ്റ് ഇപ്പോ ആ ഒരു രൂപത്തിൽ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ രണ്ടും എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ രണ്ട് രൂപത്തിൽ ചെയ്തു നോക്കുക. എ ബി ടെസ്റ്റിംഗ് രൂപത്തിൽ ചെയ്തു നോക്കുക. ഒന്ന് ഇപ്പൊ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്തിട്ടും മറ്റൊന്ന് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യാതെയും ചെയ്തു നോക്കുക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത്. ഒരു അധികം ഒന്നും ഇതാക്കട്ടെ. ഒരു ദിവസം ഒരു 200 500 മറ്റേ ഒരു ബജറ്റ് ഇട്ടിട്ട് ഒരു 7 ദിവസം ടെസ്റ്റ് അടിച്ചു നോക്കുക രണ്ടും എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി. ഏതാണോ പെർഫോം ആവുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഒരു ആഡ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ അതിന്റെ ഒരു എ ബി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇതാണുള്ളത്. കാരണം പല ആഡുകളും അല്ലെങ്കിൽ പല എങ്ങനെയൊക്കെയാണ് യൂസേഴ്സ് അല്ലെങ്കിൽ ഇവര് ഓഡിയൻസ് പ്രതികരിക്കുക നമുക്കറിയില്ല. അപ്പോ അധികം ഡീറ്റെയിൽ ടാർഗറ്റിംഗിലേക്ക് ഇനി മുതൽ പോവാതിരിക്കുന്നത് നല്ലത് എന്നുള്ളതാണ്. നമ്മളും അധികം ചെയ്യാറില്ല. ഈ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒരു ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമ്മൾ പോകാറില്ല. ജസ്റ്റ് ഒരു ഏജ് ചിലപ്പോൾ ഒന്ന് സ്പെസിഫൈ ചെയ്യും. പിന്നെ ലൊക്കേഷൻ പിന്നെ അധികം കേരളത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ തന്നെ ഇതാവും. പിന്നെ ചിലപ്പോൾ ഒന്ന് ലാംഗ്വേജ് ഒന്ന് ഇതായി കൊടുക്കും. അല്ലാണ്ട് ചിലപ്പം ഈ മറ്റുള്ള ഭാഷ ആളുകൾ ചിലപ്പം കയറി വരാനുള്ള ചാൻസ്. അതിൽ തന്നെ ഇപ്പൊ കാറ്റഗറി ചോദിക്കണ്ടല്ലോ. ഇപ്പൊ കാറ്റഗറികളുടെ എണ്ണം കൂടിയല്ലോ ശരിക്ക് ആഡ് ബൂസ്റ്റ് ചെയ്യുമ്പോ എങ്ങനെ തുടക്കത്തിൽ. അല്ല, കാറ്റഗറി ചോദിക്കണ്ടല്ലോ തുടക്കത്തിൽ തന്നെ. അപ്പൊ അതില് ഹൗസിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ ഇല്ല വീടായിട്ട് സംബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ആ ഒക്കുള്ളൂ എന്ന് തോന്നണതില്ലേ? അങ്ങനെ രണ്ടു രൂപത്തിൽ ചെയ്തു നോക്കും. ഇപ്പൊ ഡീറ്റെയിൽ ഹൗസിങ്ങും അല്ലാതെയും ചെയ്തു നോക്കാം. ഇപ്പൊ ഇവിടെ ഒന്നും കൊടുക്കാതെ ഡീറ്റെയിൽ അല്ലാതെയും ചെയ്തു നോക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അല്ല, എങ്ങനെയുണ്ട് അങ്ങനെ വ്യത്യാസം? കൊടുത്തു കഴിയുമ്പോ അവര് ബ്ലോക്ക് ചെയ്യോ നമ്മളെ? അങ്ങനെ ഇല്ലല്ല നമ്മളിപ്പോ ഒരു അങ്ങനെയൊന്നുമില്ല. ഹൗസിംഗ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇല്ലല്ല അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഇപ്പോ നമ്മള് അതിലൂടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മോണിറ്ററി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലൊക്കെ ബ്ലോക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഉം, ഉം. എന്തെങ്കിലും കുറെ ഇതുണ്ട്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ തടി കുറക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ടേംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ബ്ലോക്ക് ചെയ്ത കാര്യങ്ങൾ. ഇതിനൊന്നും ബ്ലോക്ക് ചെയ്യില്ല. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും ബ്ലോക്ക് ചെയ്യില്ല. ശരി. ക്രെഡിറ്റ് കാർഡ് സംബന്ധിച്ച് അല്ലെങ്കിൽ ലോൺ സംബന്ധിച്ചൊക്കെ പോസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും. ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ ശരിക്കും ഞാൻ ഇതുവരെ ബിസിനസ് വാട്സപ്പ് ബിസിനസ് ആണ് കൊണ്ടു നടക്കുന്നത്. പക്ഷെ ഇനിയിപ്പോ കമ്മ്യൂണിറ്റിക്ക് ആയിട്ട് നോർമൽ ബിസിനസ്സിലേക്ക് അത് മാറ്റേണ്ടി വരും. ഇല്ല, അപ്പോ അത് മാറ്റേണ്ട ശരിക്ക് ആവശ്യമൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു നമ്പർ എടുക്കുക, പി- ഒരു ഇത് മാത്രമേ ഉള്ളൂ. ചെയ്താൽ മതിയല്ലോ. നമുക്കിപ്പോൾ ഒരു ഫോണിൽ തന്നെ നമുക്ക് സാധാ വാട്സപ്പും ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു ഓക്കെ. ഫോൺ എടുത്താൽ മതിയല്ലോ. രണ്ട് നമ്പർ ഉപയോഗിക്കണം എന്നുള്ളൊരു ഇതായിട്ട് ജസ്റ്റ് മറ്റൊരു സമയത്ത് റീചാർജ് ചെയ്യാൻ ഇപ്പൊ BSNL എടുത്ത് ഒരു മാസം ഒരു 35 107 രൂപ മാറ്റി വെക്കണമെന്ന് മാത്രം. അല്ലാണ്ട് വേറെ ഹെവി ഒന്നും വരുന്നില്ല. ശരി പക്ഷെ ബ്രോ. ബിസിനസ് ഞാനപ്പോ ആകുമ്പോൾ ഒരു ബിസിനസ് പ്രൊഫൈൽ നമുക്ക് അവിടെ കിട്ടും. അറ്റ്ലീസ്റ്റ് കുറെ ആളുകൾക്ക് നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഈ ഒരു ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കുക എന്നുള്ളൊരു
ഇതാണ് ബിസിനസ് വാട്സപ്പിൽ ആ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതായിട്ട് തോന്നുന്നു. ഓക്കെ.